ഹായ് മക്കളെ, എന്താണ് വിശേഷം? എല്ലാവരുടെയും എക്സാമിനുള്ള റിവിഷനും മറ്റു കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററിയുടെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഹിസ്റ്ററിയുടെ 7ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഏതാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കുള്ളൂ പറയുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട്ബുക്ക് ഉണ്ടാവണം, ടെക്സ്റ്റ് ബുക്കും നമ്മുടെ മെറ്റീരിയലും ഒന്ന് എടുത്തു വെച്ചേക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തും പോയേക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്റർ 7, എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എന്താണ് എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് രൂപീകരിച്ച സ്ഥാപനങ്ങളായിരിക്കുള്ളൂ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും അതിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, ആ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ഏതാണ്? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന തന്നെ ആയിരിക്കുള്ളൂ. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അതിൽ നമ്മൾ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി കൊണ്ടുവരേണ്ടതായിട്ട് വരും. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇനി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് formed by the laws passed by the parliament, they can be given constitutional status and when required. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നവയാണ് ഇത് ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. പിന്നീട് ആവശ്യാനുസരണം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഭരണഘടനാ പദവിയൊക്കെ അവിടെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് എക്സാമ്പിൾ, അതല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് എക്സാമ്പിൾ അറിയാവുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ എത്ര പേർക്ക് അറിയോ നോക്കുക. എന്തായാലും ഒരുപാട് പേർക്കൊന്നും അറിയാനായിട്ട് വഴിയില്ല. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് പെട്ടെന്ന് ആർക്കും കിട്ടാത്ത ലെവലിലുള്ള വെറൈറ്റി ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്ത് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ് നമുക്ക് നോക്കാം. അടുത്തത്, these bodies play pivotal role in practical implementing the fundamental values of the constitution, such as equality, liberty, social justice, secularism in Indian society. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ അറിഞ്ഞിരിക്കണം? ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ച് ഫോം ചെയ്തേക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, അതല്ലാതെ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തേക്കുന്നതാണ് ഇത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ഒരു സെക്ഷൻ, അതിൽ ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ? നോക്കാം നമുക്ക് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള കാര്യം. ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. In a democratic system, the governance of people in respect and the rulers came to power through election. അതായത് ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനൊക്കെ പ്രോപ്പറായിട്ട് ഒരു ഒതൻറ്റിക് സിസ്റ്റത്തിലൂടെ നടക്കണം എന്നുള്ളത് എന്താ നമ്മുടെ രാജ്യത്തിന് തന്നെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് വൈറ്റൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർക്ക് ചെയ്ത് വെച്ചോളണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും. ഈ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് 1950 ജനുവരി 25 എന്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അവിടെ നിലവിൽ വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 324. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആർട്ടിക്കിൾ നമ്പർ 326 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ആർട്ടിക്കിൾ 324
ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ഈ പറയുന്ന 326 എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ നമ്പർ 326? അറിയാവുന്ന മക്കളൊന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 326, ഇപ്പോൾ 324 ആണ് ഇത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. അതിൽ the present election commission consists of chief election commissioner and 2 commissioners. അപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവിടെ? 3 മെമ്പേഴ്സ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അതിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാകും, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്ത് ചെയ്യും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇവരുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് എല്ലാ കാലത്തും അല്ലെങ്കിൽ കാലാകാലത്തേക്ക് അവർ തുടരാൻ പറ്റൂല. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഒരു ടൈം പീരീഡിൽ ഇവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വിരമിച്ച് പോവേണ്ടതായിട്ട് വരും. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്ന ഒരു നടപടിയുണ്ട്. ആ പുറത്താക്കുന്ന നടപടി ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവരെയൊക്കെ പുറത്താക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെ ആയിക്കോട്ടെ, ഇവരെയൊക്കെ പുറത്താക്കുന്ന നടപടിയെ അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്? ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനായിട്ട് പറ്റുള്ളൂ. അറിഞ്ഞിരിക്കുക. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ആർ കോർഡിനേറ്റഡ് ബൈ ചീഫ് ഇലക്ട്രൽ ഓഫീസേഴ്സ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതേപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ആരായിരിക്കുള്ളൂ? ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരിക്കുള്ളൂ. ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരിക്കുള്ളൂ. അറിഞ്ഞിരിക്കുക. യെസ്, അടുത്തൊരു ടോപ്പിക്കാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഒരു ഇമേജ് ഞാനിപ്പോൾ കാണിച്ചു തരാം. സാർ അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വോട്ടൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ദാ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബാലറ്റ് സ്കീം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് അവരുടെ പേരിന് നേരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സീൽ വെച്ചിട്ട് ആ പേപ്പർ മടക്കിയിട്ട് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇടും. എന്നിട്ട് ടോട്ടൽ എത്ര വോട്ടുണ്ട് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്ന സ്കീമാണ് പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കീമൊക്കെ മാറി. ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും അവരുടെ ചിഹ്നവും അതിൻ്റെ നേർക്കുണ്ടാകും. നമുക്ക് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ആ കാണുന്ന ഒരു ബ്ലൂ കളർ ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിക്ക് കാൻഡിഡേറ്റിന് എന്ത് ചെയ്യും? അവിടെ വോട്ട് രേഖപ്പെടുത്തും. ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാകും. എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും പേരൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ചേട്ടൻ ഉണ്ടാകും. ആ ചേട്ടൻ്റെ പേരാണ് നോട്ട. എന്താണ്? നോട്ട. ആ നോട്ട എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നോട്ടയ്ക്ക് കുത്തുക എന്നൊക്കെ പറയും. ഈ നോട്ട എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? അറിയാവുന്നവർ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അധികം പേർക്ക് എന്തായാലും അറിയാൻ വഴിയില്ല നോട്ടയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. നോക്കാം എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. ആദ്യം ആര് ചെയ്യും നമുക്ക് നോക്കാം. നോട്ട എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. പാരൻസ് ഒക്കെ എന്തായാലും വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അവരും കണ്ടിട്ടുണ്ടാവും ഈ നോട്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ നോട്ട എന്താണ് എന്ന് നിങ്ങൾ എന്തായാലും നോക്കി കണ്ടുപിടിച്ചിട്ട് താഴത്തെ കമന്റ് ചെയ്യുക. എന്നിട്ട് പാരൻസിൻ്റെ അടുത്തുകൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ചോദിക്കുക എന്താണ് ഈ നോട്ട എന്നുള്ളത് കേട്ടോ. അപ്പോൾ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഐഡിയ കിട്ടി. ഇനി അപ്പുറത്തിരിക്കുന്ന ഒരു പെട്ടി ഉണ്ടല്ലോ, എന്താണ് ആ പെട്ടി സൂചിപ്പിക്കുന്നത്? അതിൻ്റെ പേരാണ് VVPAT. എന്താണ് VVPAT എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ VVPAT എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വോട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആരാണോ, നമുക്കൊരു സംശയമുണ്ട്, എടാ ഈ കുത്തിയ ആൾക്ക് തന്നെയാണോ വോട്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ മാറി കുത്തി പോയിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം. നമുക്ക് കുത്തിയ അല്ലെങ്കിൽ നമ്മൾ വോട്ട് കുത്തിയ ആൾക്ക് തന്നെയാണ് അവിടെ എന്ത് ആ വോട്ട് വന്നേക്കുന്നത് എന്ന് കാണിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് VVPAT എന്ന് പറയുന്നത്. സോ നമ്മൾ വോട്ട് ചെയ്ത കാൻഡിഡേറ്റ് ആരാണോ, ആളുടെ ചിഹ്നം ഏതാണോ, ആ ഒരു സംഭവം എന്ത് ചെയ്യും? ഇപ്പുറത്ത് ഈ കാണുന്ന VVPAT എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഒരു ഇത്ര സെക്കൻഡ്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡ്സ് എന്ത് ചെയ്യും? അത് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ആ കീറി അടിയിലത്തെ ആ ഒരു ബോക്സിലോട്ട് അത് വീഴുകയും ചെയ്യും. സോ അതിനെയാണ് എന്ത് പറയുന്നത് അവിടെ VVPAT എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതാണ് VVPAT. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോസസ് ഇൻ ദ വേൾഡ്. ഇന്ത്യയിലെ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിൽ എന്തെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സോ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാലറ്റ് പേപ്പേഴ്സ് എന്ത് ചെയ്യണം? എണ്ണി എടുക്കണം. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ മെഷീനിലൂടെ നമുക്ക് പെട്ടെന്ന് എത്ര വോട്ടുകളാണ് വന്നേക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിൽ നമ്മുടെ പറവൂർ തന്നെയാണ്. ഓക്കെ, 1982 ഈ പറവൂരാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ത് ചെയ്തത്, പരീക്ഷിച്ചത്. ആൻഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാസ് 2 യൂണിറ്റ്, 2 യൂണിറ്റുകൾ ഉണ്ടാകും. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ഒന്ന് ബാലറ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും. ഈ പറഞ്ഞ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഒരു ഓഫീസർ ഇരിക്കുന്നുണ്ടാവും. ആ ഓഫീസർ അവിടെ നിന്ന് അതിൻ്റെ കൺട്രോളിൽ ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ വോട്ട് ചെയ്യാനായിട്ട് ആ മെഷീൻ അവിടെ റെഡി ആകുള്ളൂ. സോ ആ മെഷീൻ അവിടെ ബാലറ്റ് യൂണിറ്റ് എന്നും അത് കൺട്രോൾ ചെയ്യാനിരിക്കുന്ന ഒരു ഓഫീസർ ഉണ്ടാകും. അദ്ദേഹത്തിന് നേരെ ഒരു ബട്ടൺ ഉണ്ടാകും. സോ അതിനെ അവിടെ കൺട്രോൾ യൂണിറ്റ് എന്നും പറയും. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ VVPAT ഫുൾ ഫോം ആണ് ഇത്, ഈ പറഞ്ഞ വോട്ടർ വെരിഫൈഡ് ഓഡിറ്റ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണോ അവിടെ വോട്ട് വന്നേക്കുന്നതെന്ന് അറിയാനായിട്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്, VVPAT എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ ഇലക്ഷൻ പ്രോസസ്, ടൈംലി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആൻഡ് റെഡ്യൂസ് ദ ഇലക്ഷൻ കോസ്റ്റ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കാനും ഫലപ്രഖ്യാപനമൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനും അതേപോലെ ചെലവുകൾ കുറയ്ക്കാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇവരെ സഹായിക്കുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ അതേപോലെ വനിതാ കമ്മീഷൻ, SC/ST കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ, ഇതേപോലെ കുറേ കമ്മീഷനുകളുണ്ട്. ഇവരുടെയൊക്കെ ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം വാരി വലിച്ച് നോക്കണമെന്നില്ല. ഈ ഫംഗ്ഷൻസ് പക്ഷെ എന്ത് ചെയ്തോളണം, മിനിമം എല്ലാത്തിൻ്റെയും ഒരു 4-5 ഫംഗ്ഷൻസ് വെച്ചെങ്കിലും എല്ലാത്തിലും പഠിച്ചോളണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് ആണ്: ഒന്ന്, പ്രിപ്പയർ ഇലക്ട്രൽ റോൾ ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് ഐഡന്റിറ്റി കാർഡ്, അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക. 2, സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദ ഇലക്ഷൻ to the office of the President and Vice President of India, members of Lok Sabha, Rajya Sabha, State Legislative Assembly. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന നിയമസഭ, രാജ്യസഭ, ലോകസഭ ഇവിടേക്കുള്ള ഇലക്ഷനുകളെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആരുടെ ചുമതല, ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി പ്രൊമൽഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റ ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പാക്കലും അതും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല തന്നെയാണ്. റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ് ടു ദം, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കുന്നതും ആരാണ്, ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. എല്ലാ ചിഹ്നവും അതേപോലെ എല്ലാ പാർട്ടിക്കാർക്കും, ഓരോ പാർട്ടിക്കാർക്ക് ചെന്നിട്ട് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഇന്ന ചിഹ്നം വേണം എന്നുള്ളത് ഇല്ല. അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഔദ്യോഗികമായിട്ട് ചിഹ്നം ഉള്ളത് നാഷണൽ പാർട്ടീസിന് മാത്രമായിരിക്കുള്ളൂ, ദേശീയ പാർട്ടികൾക്ക് മാത്രമായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര നാഷണൽ പാർട്ടി, ദേശീയ പാർട്ടികളുണ്ട്? ഈ ദേശീയ പാർട്ടികൾക്ക് ഓരോ എക്സാമ്പിളാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ചിഹ്നം അറിയാലോ എല്ലാവർക്കും, കൈപ്പത്തിയാണ് ചിഹ്നം. ഓക്കെ, അപ്പോൾ അതേപോലെ സ്ഥിരമായിട്ട് എല്ലാ ഇലക്ഷനിലും ഒരേ ചിഹ്നം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പാർട്ടികളാണ് നാഷണൽ പാർട്ടി എന്നവിടെ പറയുന്നത്. സോ നാഷണൽ പാർട്ടി ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നാഷണൽ പാർട്ടി എന്ന് എഴുതിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. ഇനി ഇഷ്യൂ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, റിസീവ്, സ്ക്രൂട്ടിനൈസ് ആൻഡ് അക്സെപ്റ്റ് ദ നോമിനേഷൻ ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, അതേപോലെ നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക, ഈ പറയുന്ന ഡ്യൂട്ടീസും ആരുടെയാണ്, ഇലക്ഷൻ കമ്മീഷന്റെയാണ്. കഴിഞ്ഞോ? ഇല്ല. ഇതെല്ലാം സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതി നിശ്ചയിക്കുക, ഫലപ്രഖ്യാപനത്തിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അതെല്ലാം ആരുടെ ജോലിയാണ്, ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു സെക്ഷനോടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഓഡിറ്റ് ഇലക്ഷൻ എക്സ്പെൻസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ആക്ഷൻ, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും അതേപോലെ തുടർ നടപടികൾ സ്വീകരിക്കലും, ഇതും നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ വരുന്നതാണ്. ഇനി പഠിക്കാനായിട്ടുള്ളത് ഒരു 2 നിയമങ്ങളാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാകും ഇത് കഴിഞ്ഞിട്ട് 1951. ഈ 2 എണ്ണം ഒന്ന് നോക്കണം. എന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് നോക്കാം. നമ്മുടെ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസീസ് തീരുമാനിക്കുക.
അതും അവയുടെ അതിർത്തി പുനർനിർണയത്തിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന ഒരു നിയമമാണ് ഇത് 1950 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക, പിന്നെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ അപ്പോയിൻമെന്റ് അഥവാ നിയമനം ആരൊക്കെയാണ് പറഞ്ഞത്? ഡിവിഷൻ ഓൺ ഡെലിമിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതിർത്തി നിർണയം, അതേപോലെ അപ്പോയിൻമെന്റ് ഓഫ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വ്യവസ്ഥ ചെയ്യുന്നത് ഈ പറഞ്ഞ നിയമത്തിലാണ്. അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അറിഞ്ഞിരിക്കുക. ഇനി 51 എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് ഇത് 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അതിർത്തി നിർണ്ണയിക്കുക അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ കൂടുതലും ഈ പറഞ്ഞ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് മാറി. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നോക്കി എന്തൊക്കെയാണ്? പീപ്പിൾ ആക്ട് 1951 is an act to provide the conduct of election to the Indian Parliament, state legislature. ഇവിടേക്കൊക്കെ ആയിക്കോട്ടെ, to determine the eligibility and disqualification and those elected, provide the settlement of the election disputes. അതായത് സംസ്ഥാന നിയമസഭ, ഇന്ത്യൻ പാർലമെന്റ് ഇവിടേക്ക് നടക്കുന്ന ഇലക്ഷൻ, അതിൽ സ്ഥാനാർത്ഥികളുടെ യോഗ്യത അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, പിന്നെ ഇലക്ഷൻ തർക്കങ്ങളിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതും. ഈ നിയമത്തിന്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ എന്നിവയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാ, ക്രൈംസ് റിലേറ്റഡ് ടു ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ആൻഡ് ദ എലിജിബിലിറ്റി ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, ആ വക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചിട്ടും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേൺ ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും നിർവഹിച്ചിരിക്കുന്നു. അപ്പുറത്ത് അവരുടെ അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അവരുടെ ആ അപ്പോയിന്റ് ചെയ്ത ആളുകളുടെ ഡ്യൂട്ടീസും മറ്റു കാര്യങ്ങളാണെന്ന് നമ്മുടെ അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഓൾസോ ഡിഫൈൻ ദ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ടും ഈ നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര നാഷണൽ പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാകും. അറിയാവുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ടും. യെസ്, അടുത്തത് ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എനി ഓർഗനൈസേഷൻ ദാറ്റ് വാണ്ട് ടു ബിക്കം എ പൊളിറ്റിക്കൽ പാർട്ടി ഹാഡ് ടു രജിസ്റ്റർ ഇൻ ദ ഇലക്ഷൻ കമ്മീഷൻ. ഇറ്റ് ഓൾസോ സ്റ്റിപ്പുലേറ്റ്സ് ദ ക്രൈറ്റീരിയ ഫോർ നാഷണൽ പാർട്ടി ആൻഡ് റീജിയണൽ പാർട്ടി സ്റ്റാറ്റസ് ആൻഡ് ദ റൂൾ ഓഫ് ബോത്ത് ഒബ്റ്റെയിനിങ് ഇലക്ഷൻ സിംബൽസ്. അതായത് ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികളിൽ എത്താനായിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ആ ഒരു ദേശീയ പാർട്ടി എന്നൊരു പദവിയിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ നിയമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്, കഴിഞ്ഞു. അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ നേരത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ മാത്രം പോരാ, സ്റ്റേറ്റിലും കൂടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇലക്ഷനൊക്കെ സുഗമമായിട്ട് നടക്കുകയുള്ളൂ. മെയിനായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻസ് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടായിരിക്കും, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലോട്ട് ആയിരിക്കും എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനായിട്ട് 73-74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിലൂടെ പുതിയ 2 ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾ കൊണ്ടുവന്നു. 243 243 കൊണ്ടുവന്നു. മെയിനായിട്ട് ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ അവിടെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിപ്പറേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, എലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ എലക്ഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ നടത്താനായിട്ടാണ് ഇവരുടെ മെയിൻ ചുമതല എന്നവിടെ പറയുന്നത്. ദ കമ്മീഷൻ ഓൾസോ ഡിസൈഡ് ദ റിസർവേഷൻ സീറ്റ്സ് ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതായത് ചില ആൾക്കാർക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടേക്കുന്ന സീറ്റുകൾ ഉണ്ടാകും. ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തീരുമാനിക്കണം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ
3rd December 1993. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 1950 ജനുവരി 25 ഈ ഡേറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. 1950 ജനുവരി 25. ഇപ്പൊ നമ്മൾ പഠിച്ചു ഡിസംബർ 3 1993 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വന്നതാണ്. സോ ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി ഇദ്ദേഹമാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന സുകുമാർ സെൻ എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള അവന് കുറച്ച് അവകാശങ്ങളില്ലേ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും സിവിൽ റൈറ്റ്സ് ഉറപ്പുവരുത്താനാണെന്ത് ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ബൈ അവോയ്ഡിങ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പൗരാവകാശം സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 12th October 1993. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 6 മെമ്പേഴ്സ് ആണ് ഈ ഒരു കമ്മീഷനിലുള്ളത്, ഇൻക്ലൂഡിംഗ് ദ ചെയർപേഴ്സൺ അടക്കം 6 മെമ്പേഴ്സ് ആണ് ഇതിലുള്ളത്. ദ ചെയർപേഴ്സൺ വുഡ് ബി അത് ആരായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഒരു റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഓക്കെ, റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് കേട്ടോ. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും ഈ പറഞ്ഞ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി ഈ പറഞ്ഞ കമ്മീഷന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കുള്ളൂ? പ്രസിഡന്റ് ആയിരിക്കുള്ളൂ. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കുള്ളൂ. പക്ഷേ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാരായിരിക്കുള്ളൂ. പക്ഷെ അവരെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളൊരു റോള് മാത്രമേ ആർക്കുള്ളൂ? പ്രസിഡന്റിന് ഉള്ളൂ. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം ആ ഒരു ടൈമിൽ അവരെന്ത് ചെയ്യണം? വിരമിച്ച് പോകണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെക്ഷൻ മിക്കവാറും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം? ടു കണ്ടക്ട് എൻക്വയറീസ്, ഒന്നാമതാണ് ടു കണ്ടക്ട് എൻക്വയറീസ് ഓൺ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് ബിക്കം എ പാർട്ടി to court proceedings in the matter related to the violation of human rights. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, രണ്ടാമത്തെ പോയിന്റ്. 3 ടു വിസിറ്റ് ജയിലുകൾ സന്ദർശിക്കുക, ആൻഡ് റിഹാബിലേഷൻ സെന്റേഴ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദ റിഫോംസ്. അതായത് ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യണം? അവിടെ പരിഷ്കരണ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് ടു ഇവാലുവേറ്റ് ദ ഫംഗ്ഷനിങ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം ഫോർ പ്രൊട്ടക്ടിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗിവൺ സജഷൻസ്. മനുഷ്യാവകാശ പരീക്ഷണ സംവിധാനങ്ങളെ അതിൻ്റെ നിർവഹണവും ഫലപ്രാപ്തിയും എല്ലാം വിലയിരുത്തിയിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് അനലൈസ് ദ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ്. അതായത് മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷന്റെ മറ്റൊരു ചുമതലയാണ്. ലാസ്റ്റ് പോയിന്റ് ടു എക്സാമിൻ ദ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ committed by the law enforcement officers and other public servants and take necessary actions after examining the failure in the prevention of such incident. അതായത് ഈ പറഞ്ഞ നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതു സേവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അതേപോലെ ഇവ തടയുന്നതിന് വേണ്ട നടപടികൾ എന്ത് ചെയ്യണം? ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ പരിശോധിച്ച് അതിൻ്റെ നടപടികൾ ഇവരെന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഓക്കെ, ഒരു 6 പോയിന്റ്സ് ഉണ്ട്. മിനിമം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്നുള്ള സെക്ഷനിൽ. അടുത്തത് ഇതേപോലെ തന്നെ ഒരു കമ്മീഷനുകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അടുത്തതാണ് മക്കളെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്,
എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ദ ലോ ഫോർ ദ സേഫ്റ്റി ഓഫ് വുമൺ. സ്ത്രീ സുരക്ഷയ്ക്ക് ആയിട്ട് ഭരണഘടനാ വ്യവസ്ഥ നിയമങ്ങളും മറ്റും പരിശോധിക്കുക. 2 സബ്മിറ്റ് ദ പ്രൊപ്പോസൽ ഫോർ ദ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ സമർപ്പിക്കുക. 2. 3 ആക്ടിവിറ്റീസ് ഫോർ എൻഷുറിംഗ് ജെൻഡർ ജസ്റ്റിസ്. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലയാണ്. അടുത്തത് ഗിവ് സജഷൻസ് ടു എലിമിനേറ്റ് ഇനീക്വാലിറ്റി ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ വുമൺ. അതായത് സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾ, അതേപോലെ വിവേചനങ്ങൾ ഇല്ലാതാക്കുക, ഇതിനുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, നൽകുക. 5 intervenes in various issues faced by women and suggest solutions. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അതുമായിട്ട് ഇടപഴകുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുക. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, അഡ്വൈസ് ഗവൺമെന്റ് ഇൻ പോളിസി ഫോർ ഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് കൺസേണിംഗ് വുമൺ. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. കേട്ടോ, ഓക്കെ, സർക്കാരുകൾക്ക് ഉപദേശം നൽകുക എന്നുള്ളതും എന്താണ് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ വുമൻസ് കമ്മീഷന്റെ ചുമതലയായിട്ടുള്ളത്. ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട, ആദ്യം മീനിങ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് വനിതാ കമ്മീഷൻ, സിമ്പിളായിട്ട് വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു കൺസെപ്റ്റിൽ ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഇനി എന്താണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് വേണം ഈ ഒരു സംഭവം പഠിക്കാനായിട്ട്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഒരാൾക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അത് ഉറപ്പുവരുത്താനല്ലേ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അതല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 1 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനൊക്കെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. 2 ഈ പറഞ്ഞ വുമൺ റൈറ്റ്സിനായിട്ടുള്ള പ്രൊപ്പോസൽ ഫോർ രജിസ്ട്രേഷൻ, അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ജെൻഡർ ഇക്വാലിറ്റി, അതായത് ലിംഗനീതി എന്ത് ചെയ്യുക, അവിടെ ഉറപ്പുവരുത്തുക. ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അടുത്തത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീധന നിരോധന നിയമം? സ്ത്രീധനം ആവശ്യപ്പെടുന്നതും അത് കൊടുക്കുന്നതും എന്താണ് ഈ പറയുന്ന ശിക്ഷാർഹമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിക്കണം നോക്കാം. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് 1961 അപ്പോൾ സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. Dowry is an exchange of wealth on the occasion of the marriage as per the prior agreement or under compulsion. അതായത് വിവാഹവേളയിലോ അതിനുശേഷമോ മുൻകൂട്ടി പറഞ്ഞ കരാറ് പ്രകാരം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പ്രകാരം ഒരു തുക കൈമാറുന്ന അല്ലെങ്കിൽ സമ്പത്ത് കൈമാറുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൗറി അഥവാ സ്ത്രീധനം എന്ന് പറയുന്നത്. ഇഫ് എ പേഴ്സൺ കൺസെന്റ് ടു മാരേജ് ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് സർട്ടൻ സം ഓഫ് മണി, ജ്വല്ലറി ഓർ വെൽത്ത്, ഇറ്റ് ഈസ് ഓൾസോ ഡൗറി. അതായത് ഒരു നിശ്ചിത തുകയോ ആഭരണമോ സ്വത്തോ കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് ഒരാൾ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത് എങ്കിൽ അതും എന്തായിട്ട് കണക്കാക്കും, അവിടെ സ്ത്രീധനമായിട്ട് കണക്കാക്കും. ബോത്ത് അക്സെപ്റ്റിംഗ് ആൻഡ് ഗിവിംഗ് ഡൗറി ഈസ് പണിഷബിൾ അണ്ടർ ദിസ് ലോ. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തായാലും അറിയാനായിട്ട് ചാൻസ് കുറവാണ്, സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ, മേടിച്ചാലല്ല ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പണിഷ്മെന്റ് എന്താണ്? പണിഷ്മെന്റ് അറിയാവുന്നവർ ഒന്ന് എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതെല്ലാവർക്കും അറിയാനായിട്ട് വഴിയൊന്നുമില്ല, റയർ ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഒരാൾ സ്ത്രീധനം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്, പണിഷ്മെന്റ് എന്താണ് എന്നുള്ളത് ഈ ആക്ടിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ആയിക്കോട്ടെ, വനിതാ കമ്മീഷൻ നിയമങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൽ എന്താ ഇതിന്റെ മുകൾ പരപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ശരിക്കും ഇതിന്റെ ബെയർ ആക്ട് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സെക്ഷൻസ്, സബ് സെക്ഷൻസ് ആയിട്ട് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പണിഷ്മെന്റിനെയൊക്കെ പറ്റിയിട്ട് ഈ ഡൗറി ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രശ്നം? മേടിച്ചാലല്ല, ചോദിച്ചാൽ. ഓക്കെ, നോക്കാം. ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, അതായത് ഗാർഹിക പീഡന നിരോധന നിയമം 2005. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഇത് നിലവിൽ വന്നത് ഒക്ടോബർ 26, 2006 നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ, ഫിസിക്കൽ മെന്റൽ ടോർച്ചേഴ്സ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സംഭവം ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ നിയമത്തിൽ ഉൾപ്പെടുന്നതായിരിക്കുള്ളൂ. അത് ചിലപ്പോൾ പാർട്ട്ണറിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സിൽ നിന്നാകാം. ഏതെങ്കിലും രീതിയിലുള്ള മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ഒരു പീഡനം നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ആക്ടിൻ്റെ അണ്ടറിൽ വരും. ദിസ് ലോ എഷ്യൂർസ് ദ പ്രൊട്ടക്ഷൻ
ബോർഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു ദ വുമൺ ഹൂ ആർ വിക്ടിംസ് ഓഫ് ദ ഡൊമസ്റ്റിക് വയലൻസ്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. ഓക്കെ, യെസ്. ഇനി പറയാൻ പോകുന്നത് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. ഇനി കുറച്ച് കണ്ടന്റേ പഠിക്കാനുള്ളൂ. മൈനോറിറ്റി കമ്മീഷൻ, SC/ST കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ അഥവാ പിന്നാക്ക കമ്മീഷൻ, ഇവരുടെയൊക്കെ കുറച്ച് ഡ്യൂട്ടീസ് ആണ്, ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. ഒന്നാമത്തത് ഫങ്ഷൻസ് ഓഫ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകൾ. ഓക്കെ, ഒന്നാമത്തത് ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് മൈനോറിറ്റീസ്. അതായത് മൈനോറിറ്റി കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കുള്ളൂ, ഈ മൈനോറിറ്റീസ് പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുള്ളൂ. അപ്പോൾ ഒന്നാമത് ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി എന്ത് ചെയ്യുക, വിലയിരുത്തുക. രണ്ടാമതായിട്ട് ഇവാലുവേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ മൈനോറിറ്റീസ്. അതായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥം ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പ്രവർത്തനങ്ങളും അവിടെ വിലയിരുത്തുക. മൂന്നാമതായിട്ട് സബ്മിറ്റ് റിപ്പോർട്ട്സ് ഓൺ ദ ഇഷ്യൂസ് ആൻഡ് ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ മൈനോറിറ്റീസ് ഫ്രം ടൈം ടു ടൈം. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ ഗവൺമെന്റിന് സമർപ്പിക്കുക. അടുത്തത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റു നിർദ്ദേശങ്ങളും ഗവൺമെന്റിന് ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായിട്ട് ശുപാർശകൾ നടത്തുകയും ചെയ്യുക. അതായത് എക്സാമിനിങ് ദ കംപ്ലൈന്റ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ മൈനോറിറ്റീസ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് മേക്കിംഗ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഫർദർ ആക്ഷൻ. പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ആ ഒരു പോയിന്റ്. ഏതെങ്കിലും അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ ഒരു പരാതികൾ പരിശോധിക്കുകയും അതിൽ തുടർ നടപടികൾ സ്വീകരിച്ച് അതിന് ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്യുക. അതായത് ഇനി ഇത് ഇല്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ് സബ്മിറ്റ് ദ സജഷൻസ് ഫോർ അപ്കീപ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരുടെ ചുമതലയാണ്, നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ചുമതലയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മൈനോറിറ്റി കമ്മീഷന്റെ ചുമതല. അടുത്തത് SC/ST കമ്മീഷൻ, അവരുടെ ചുമതല എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നമുക്കൊരു 4 എണ്ണം തന്നെ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തത് inquire into the complaints regarding the atrocities against the scheduled caste and scheduled tribe. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല, എല്ലാത്തിനും ഒന്നാമത്തെ പോയിന്റ് എന്താ, ആ ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷമാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. അതേപോലെ മനുഷ്യാവകാശമാണെങ്കിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. വനിതാ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക. ഒന്നാമത്തെ പോയിന്റ് എല്ലാത്തിനെയും കണക്ട് ആയില്ല. ഇപ്പോൾ ഇനി രണ്ടാമതായിട്ട് കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് ദ ഫോർ ദ വെൽഫെയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തത് സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഓൺ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ദ സജഷൻസ് ഫോർ ദ റെമഡീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അതേപോലെ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുക. ഇതും എല്ലാത്തിലും വന്നേക്കുന്നല്ലേ, ആ വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ദ ലോസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. മലയാളത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്ന് വിലയിരുത്തുക. അപ്പോൾ ഒന്നാമത്തത് പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക. 2 അവരുടെ ക്ഷേമം അതേപോലെ സംരക്ഷണം ഉന്നമനം ഇതിനായിട്ട് പ്രവർത്തിക്കുക. ഇനി ഇത് കുറച്ചും കൂടെ ബെറ്റർ ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അത് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക. ഇനി ഇവരുടെ ക്ഷേമത്തിനായിട്ട് ഉള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഈ 4 എണ്ണമാണ് ഈ പറഞ്ഞ കമ്മീഷന്റെ ചുമതലകളായിട്ട് വരുന്നത്. ഇനി ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഏകദേശം ഈ പറഞ്ഞ ബാക്ക്വേർഡ് കമ്മീഷൻ, അതായത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിന്നാക്ക വിഭാഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് അപ്ലിഫ്റ്റ് ദ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ഈ പറഞ്ഞ കമ്മീഷന്റെ ലക്ഷ്യം. രണ്ടാമതായിട്ട്
submitting suggestion to address the backwardness of the socially economically backward sections is also responsibility of the commission. സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും ഇവരുടെ ചുമതലകളിൽ പെട്ടതാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അല്ലേ. ഒന്ന്, അവിടെ പരാതികളുണ്ടെങ്കിൽ അന്വേഷിക്കുക. രണ്ടാമതായിട്ട് ഇവരുടെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുക. ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും, 3 മെമ്പേഴ്സും ഉണ്ടാകും. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സും അവിടെ ഉണ്ടാകും. ഓക്കെ, ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് ഈ ഒരു കമ്മീഷൻ. ഇനി ഇവിടുത്തെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇതും ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് കേട്ടോ. ഇനി ദ ഒഫീഷ്യൽ ടൈം ഓഫ് ദ മെമ്പേഴ്സ്, അതായത് ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് കേട്ടോ. ഔദ്യോഗിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് അവരുടെ ചുമതലകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, നോക്കാം. ഒന്നാമതായിട്ട് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ആൻഡ് വേരിയസ് ആക്ടിവിറ്റീസ് സിസ്റ്റം വെൽഫെയർ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ്. അതായത് ഇവർ ഗവൺമെന്റിന് എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുക, ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ദ ടേക്കിംഗ് സ്റ്റെപ്സ് എഗെയിൻസ്റ്റ് ആട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ദ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് എൻഷുർ ജസ്റ്റിസ്. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ, നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള ശുപാർശകൾ ഗവൺമെന്റിന് നൽകുക. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ അപ്പുറം പഠിച്ചത്. അതായത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു സംഭവം മറികടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ അത് ഗവൺമെന്റ് എന്ത് ചെയ്യുക, ശുപാർശ കൊടുക്കുക. അടുത്തത് എക്സാമിനിങ് ദ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഗീവ് സജഷൻസ് ടു ദ ഗവൺമെന്റ്. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, സർക്കാരിന് സമർപ്പിക്കുക. ഇവിടെ പറഞ്ഞ സെയിം പോയിന്റ് പോലെ തന്നെ പിന്നാക്ക വിഭാഗ അല്ലെങ്കിൽ പിന്നാക്ക പദവി സംബന്ധിച്ച് ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ സർക്കാരിന് സമർപ്പിക്കുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ensure the effective implementation of the constitutional provisions and laws of backward classes. അവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൊട്ടുമുമ്പത്തെ ഒരു കമ്മീഷനിൽ പറഞ്ഞ പോലെ തന്നെ SC ST കമ്മീഷനിൽ പറഞ്ഞ പോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കൃത്യമായിട്ട് തന്നെ നടപ്പിലാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഇത്രയും കണ്ടന്റുകളെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ്. അതിനു മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിച്ചായിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സെക്ഷൻ നോക്കിയ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫംഗ്ഷൻസ്, അതേപോലെ റെപ്രസെൻറ്റേറ്റീവ്സ് പീപ്പിൾസ് ആക്ട്, അതായത് ജനപ്രാതിനിധ്യ നിയമം 50 51 നോക്കണം. പിന്നെ അതേപോലെ പിന്നെ പഠിച്ചത് വനിതാ കമ്മീഷൻ, വുമൺ കമ്മീഷൻ, SC ST കമ്മീഷൻ, അതേപോലെ ഡൗറി ആക്ട്, പിന്നെ ബാക്ക്വേർഡ് കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, മൈനോറിറ്റീസ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഇതേപോലെ കുറച്ച് കമ്മീഷനുകളും അവരുടെ ഫംഗ്ഷൻസുമാണ് പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇത്രയൊക്കെ കമ്മീഷനുകളും ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ തലയിൽ നിൽക്കൂടാ എന്നുള്ള സംശയം ഉണ്ടാവും. ഒന്നുമില്ല, എല്ലാം സിമ്പിളാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഫംഗ്ഷൻസും ഏകദേശം ഒരേപോലെയാണ് വന്നേക്കുന്നത്. ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുക, എല്ലാത്തിലും കോമൺ ആയിട്ട് വന്നേക്കുന്നതല്ലേ. വേണ്ട എന്താണ് പരാതികൾ കിട്ടുകയാണെങ്കിൽ അത് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇനി ഇവരുടെ ക്ഷേമം അല്ലെങ്കിൽ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അത് ചെയ്യുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കുറച്ച് പ്രൊവിഷൻസ് ഇവർക്കുണ്ട്, അവകാശങ്ങളുണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഈ കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കമ്മീഷനുകൾ എല്ലാം കൂടെ പഠിക്കേണ്ട ഫംഗ്ഷനൊക്കെ പഠിക്കണേന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. സിമ്പിളാണ് ഈ പറഞ്ഞ സംഭവം. ഇതേപോലെ എന്ത് ചെയ്താൽ മതി, അവിടെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, സോ മറ്റൊരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് തൊട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.